നാടിന് നല്ലത് വരണം. എന്നാ അത് ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല, ഒന്നും ചൂടായിട്ടില്ല. ഒന്ന് കൊഴുപ്പായി പറയായിരുന്നു, ഇപ്പൊ ആയിട്ടില്ല. ഭരണം വരണേ അവിടെ കോൺഗ്രസ് വരണം. തീർച്ചയായിട്ടും ജനാധിപത്യ വിശ്വാസികൾ വിജയിക്കണമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ആര് ജയിച്ചാലും നന്നായിട്ട് നാട്ടുകാർക്ക് വേണ്ടി നല്ലത് ചെയ്യാം. ബെന്നി ബെഹനാൻ ജയിക്കുന്നതിന് എൻ്റെ ആഗ്രഹം. മുന്നും പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ മാഷ് 3 പ്രാവശ്യം ഇവിടെ ജയിച്ചു. 1 പ്രാവശ്യം മന്ത്രിയായി, നല്ല സ്കൂളായിട്ടൊക്കെ ആക്കി. അതുപോലെ നല്ല പ്രവർത്തന കാര്യങ്ങളും കോളേജിലൊക്കെ നല്ല പുതുക്കി പോണത് നല്ല പ്രവർത്തനമാണ് ആളുടെ. അതുകൊണ്ട് മാഷ് നല്ല ഭൂരിപക്ഷം ജയിക്കും ഇവിടെ. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോളാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ, പ്രചരണങ്ങൾ, ചൂടേറിയ പ്രചരണങ്ങളാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സർ. നമസ്കാരം സർ. 2020 ഇപ്പോൾ 2 കാൻഡിഡേറ്റ്സിനെയാണ് വെച്ചിട്ടുള്ളത്, എറണാകുളത്തും ചാലക്കുടിയിലും. ചാലക്കുടിയിലെ കുറിച്ച് പറയുമ്പോൾ വലിയ വിജയസാധ്യത എന്നുള്ളതിനേക്കാൾ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസമാണ് 2020-ക്കുള്ളത്. അപ്പോൾ ആ ആത്മവിശ്വാസം, അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? തീർച്ചയായിട്ടും വിജയസാധ്യത തന്നെയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് കിഴക്കമ്പലത്തു നിന്നാണ് 2020 12 വർഷം മുമ്പ് തുടങ്ങുന്നത്. ഞങ്ങൾ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഭയങ്കരമായി ഉൾക്കൊണ്ടു. അതിൻ്റെ അനുരണനങ്ങൾ തൊട്ടടുത്ത മഴുവന്നൂർ, അല്ലെങ്കിൽ കുന്നത്തുനാട്, ഐക്യനാട് പഞ്ചായത്തുകളിലേക്ക് വ്യാപിച്ചു. നമ്മൾ 12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പച്ചക്കറി മാർക്കറ്റ് 50% വിലക്കുറയിൽ ആളുകൾക്ക് കൊടുക്കത്തക്കത്തിൽ ആരംഭിച്ചത്. പക്ഷെ അന്നത്തെ ഇടത് വലത് പക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ, തല്ലിത്തറക്കുന്ന രീതിയിൽ സമീപനമായി വന്നു. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കാൻ നമുക്ക് അധികാരമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലായി. ആ പശ്ചാത്തലത്തിൽ നമ്മൾ കിഴക്കമ്പലം പഞ്ചായത്ത് പിടിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഈ ജനങ്ങൾക്ക് നമ്മൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ആരംഭിക്കുകയാണ്. ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ ഒരു കുടുംബത്തിന്, 5 അംഗമുള്ള ഒരു കുടുംബത്തിന് 2000-ഓ 2500 രൂപയോ ഉണ്ടെങ്കിൽ ഒരു മാസം സുഭിക്ഷമായി ജീവിക്കാൻ പറ്റുന്ന ഭക്ഷ്യസാധനങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. അങ്ങനെ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് പാർപ്പിടം, വെള്ളം, വസ്ത്രം എന്നുള്ളത്. ഞങ്ങളുടെ പ്രത്യയശാസ്ത്രവും ലളിതമാണ്. വിശക്കുന്നതിന് ആഹാരം കൊടുക്കുക, പാർപ്പിടമില്ലാത്തതിന് പാർപ്പിടം കൊടുക്കുക, ദാഹിക്കുന്നതിന് കുടിവെള്ളം കൊടുക്കുക. അതിനകത്തേക്ക് വലിയ പ്രത്യയശാസ്ത്രമൊന്നും പറയുന്നില്ല. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ അവൻ സംതൃപ്തനാവും, സന്തോഷകരമായ ജീവിതത്തിലേക്ക് അവൻ വരും. അപ്പോൾ അങ്ങനെയാണ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ആരംഭിച്ചുകൊണ്ട് നമ്മൾ വിപ്ലവകരമായ ഒരു ജനക്ഷേമവും നാട്ടിൽ ജനങ്ങൾക്ക് ഗുണവും ഉണ്ടാകുന്ന ഒരു പ്രക്രിയ ആരംഭിക്കുന്നത്. തുടർന്ന് കിഴക്കമ്പലത്തേക്ക് നമ്മൾ വ്യാപിച്ചു, അതിനെ മഴുവന്നൂരിലേക്ക് വായിച്ചു. ഐക്യനാടൊക്കെ നമ്മൾ 2.5 മാസത്തെ പ്രചരണം കൊണ്ടാണ് ആ പഞ്ചായത്ത് കീഴടക്കിയത്. നമ്മൾ ആ പഞ്ചായത്തിൽ മത്സരിക്കും മുമ്പ് ഓരോ വാർഡിലും നമ്മളൊരു 900-ഓളം ആളെ ചേർക്കുകയാണ്. ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. നമ്മളുടെ വാക്കിനേക്കാൾ കൂടുതൽ നമ്മുടെ പ്രവർത്തികൾ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഐക്യനാട് പഞ്ചായത്തിൽ ഞങ്ങൾ മത്സരിക്കുന്നത് 14 വാർഡിൽ മത്സരിച്ചു. അതുവരെ 25-ഓ 50-ഓ വർഷം അവിടെ പഞ്ചായത്ത് മെമ്പർമാരായിരുന്ന കോൺഗ്രസിൻ്റെ, ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരുണ്ട്. അവർക്ക് ധരിച്ച് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണ്. നമ്മളൊക്കെ ഒരു തുടക്ക പാർട്ടിയാണ്. പക്ഷേ നമ്മൾ ആ 14 വാർഡിൽ 14-ലും ജയിച്ചു. അപ്രകാരം ഒരു ജനകീയ അടിത്തറ, ജനക്ഷേമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിലെ ഓരോ വ്യക്തിക്കും ഗുണമുണ്ടാകുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിപ്ലവകരമായ മാറ്റത്തിലേക്ക് കടന്നു വരുന്നത്. ചാലക്കുടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് 12 ലക്ഷത്തോളം ഓൺലൈൻ ഡിജിറ്റൽ മെമ്പർഷിപ്പ് ഉണ്ട്. ഇപ്പോൾ ചാലക്കുടി ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് കുന്നത്തുനാട്, പെരുമ്പാവൂർ, ആലുവ, അങ്കമാലി, അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ, കയ്പമംഗലം 7 നിയോജകമണ്ഡലം ചേർന്നതാണ്. ഈ നിയോജകമണ്ഡലത്തിലായി ഞങ്ങൾ 2 മാസത്തിലേറെയായി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ടീം ഡൽഹിയിലൊക്കെ പാർട്ടി അധികാരത്തിൽ കൊണ്ടുവന്ന ഒരു ടീമാണ്. ആ ടീം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ടീമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ ഓൺലൈൻ മെമ്പർഷിപ്പായിട്ട് 2,60,000 പേരെ ചേർത്തിട്ടുണ്ട്. ആ 2,60,000 പേരും അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരാളും കൂടെ ചേർന്നാൽ 5 ലക്ഷത്തിലേറെ വോട്ടായില്ലേ. ഇതെല്ലാം വോട്ടായി മാറുമെന്ന് നമ്മൾ പറയുന്നില്ല. എങ്കിൽ പോലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ള ബലിഷ്ഠമായ അടിത്തറ 2020-ക്ക് കാര്യം വിജയസാധ്യത തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും. അത് മാത്രമല്ല, അതിന്റെ മറ്റൊരു കാര്യം, ഒരാൾക്കേ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ പ്രചരണങ്ങൾ, അതുപോലെ വാഗ്ദാനങ്ങൾ ഉണ്ടാകുന്നു, ഓരോരുത്തരെയും നേരിട്ട് കാണുന്നു, അതൊക്കെ ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട്. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. പക്ഷേ വെല്ലുവിളികൾ ഏറെയുണ്ട്. കാരണം നമുക്കറിയാം ഈ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം, പൊതു സ്വഭാവം അനുസരിച്ച് ഇപ്പോൾ ബെന്നി ബെഹനാൻ ആണെങ്കിലും അല്ലെങ്കിൽ സി രവീന്ദ്രനാഥ് ആണെങ്കിലും വളരെ കരുത്തുറ്റ എന്ന് പറയുന്ന അവർ രണ്ടുപേരെയും നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ സൗമ്യ സാന്നിധ്യമാണ്. ഇപ്പോൾ സാറായാലും അതങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഉണ്ണികൃഷ്ണൻ NDA സ്ഥാനാർത്ഥിയും DJSൻ്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹവും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും ആളുകൾക്ക് ഇഷ്ടമുള്ള ആളുകളാണ്, മറുത്ത് പറയാൻ മടിയില്ലാത്തതാണ്. അവിടെയാണ് വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ കിടമത്സരത്തിന് നമ്മൾ എത്തുന്നത്. അപ്പോൾ 2020-യുടെ ആ ഒരു ഏരിയയിൽ, കുന്നത്തുനാട് അല്ലെങ്കിൽ കിഴക്കമ്പലം, ആ ഏരിയയിലുള്ള നമ്മുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്രിപ്പ്, അത് മതിയാകുമോ? ചാലക്കുടി പോലൊരു മണ്ഡലം, അത് പ്രത്യേകിച്ച് ഇപ്പോൾ കൊടുങ്ങല്ലൂരുണ്ട്, കയ്പ
കയ്പമംഗലമുണ്ട്. അവിടേക്കൊക്കെ നമുക്കൊരു സ്വാധീനം ഉറപ്പിക്കാൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇവരുടെ വോട്ടുകൾ നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമുണ്ടോ? നമ്മൾ എന്താണ് അവർ? തീർച്ചയായിട്ടും. ഇപ്പോൾ കുന്നത്തുനാട് നമ്മൾ ഒന്നാം പാർട്ടി തന്നെയാണ്. അന്ന് നമ്മൾ 8 നിയമസഭാ മണ്ഡലങ്ങൾക്ക് മത്സരിച്ചുകൊണ്ട് ആളുകൾ 8ഇടത്തേക്ക് പോയതുകൊണ്ടാണ് തോൽവിയുണ്ടായത്. ഇത്തവണ നിങ്ങൾ ഇതിൻ്റെ വോട്ടെടുപ്പ് കഴിയുമ്പോൾ നോക്കിയുള്ളൂ, ഒന്നാമത്തെ പാർട്ടി 2020 ആയിരിക്കും കുന്നത്തുനാടിൽ. 1,00,000 വോട്ട് ഞങ്ങൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ മാത്രമല്ല, എല്ലായിടത്തും ഞങ്ങൾ മെമ്പർമാരെ ചേർത്ത് കഴിഞ്ഞു. നമ്മളിലെ പെരുമ്പാവൂർ അതിശക്തമായിട്ട് ഇത്രയുണ്ട്, ആലുവയിലുണ്ട്, അങ്കമാലിയിലുണ്ട്, അല്ലെങ്കിൽ ചാലക്കുടി ഇന്നിപ്പോൾ പര്യടനം 3 ദിവസം പൂർത്തിയാക്കിയ സ്ഥലമാണ്. 2ാം വട്ടം പര്യടനം 3 പ്രാവശ്യം പുറത്താക്കി. നമ്മൾ പുറമെ കാണുന്നതിനേക്കാൾ ഉപരിയായി അതിശക്തമായ ഒരു അടിയൊഴുക്കുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ റോഡ് ഷോയുടെ ഒപ്പം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ആളുകൾ എത്ര സ്വീകാര്യതയാണ് നമുക്ക് നല്ലതെന്ന്. മാറ്റം ആഗ്രഹിക്കുന്നവന് മാറ്റം കൊടുക്കും, മാറ്റം നൽകും, വികസന സ്വപ്നങ്ങൾക്കാണ്. മാത്രമല്ല, നമുക്ക് ഒരു കറപ്റ്റഡ് ആണ്, 2 മുന്നണിയാളും കറപ്റ്റഡ് ആണ്. നമ്മൾ ഡൽഹിയിൽ നോക്കി ഈ എല്ലാ വികസന പ്രവർത്തനവും നടത്തിയിട്ട് നമുക്ക് മിച്ചം വയ്ക്കാൻ കഴിയുന്നു. ഇലക്ട്രിസിറ്റി ഫ്രീ ആണ്, വെള്ളം ഫ്രീ ആണ്, സ്ത്രീകൾക്ക് ബസ് യാത്ര ഫ്രീ ആണ്. എന്നിട്ട് അവിടെ മിച്ചം വെച്ചത് 14,500 കോടി രൂപയാണ്. ഞങ്ങളുടെ 2020 അധികാരത്തിൽ വന്ന കിഴക്കമ്പലം പഞ്ചായത്തിൽ നമ്മൾ വരുമ്പോൾ 39 ലക്ഷം രൂപ കടബാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ 7 വർഷം പിന്നിടുമ്പോൾ 27 കോടി രൂപയാണ് ഞങ്ങൾ മിച്ചം വയ്ക്കുന്നത്. ഈ 27 കോടി രൂപ മിച്ചം വയ്ക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, വികസന പ്രവർത്തനം നടത്താതില്ല. റോഡുകളൊക്കെ 30 മീറ്റർ വീതിയിൽ, 30 അടി വീതിയിൽ, 8 മീറ്റർ വീതിയിലാണ് നമ്മൾ പണിതിരിക്കുന്നത്. നിലച്ച എല്ലാ തോടുകളും നമ്മൾ, പാലങ്ങളെല്ലാം പുതുക്കി പണിതു. 1000 ഏക്കർ തരിച്ചു കിടന്ന ഭൂമി നമ്മൾ കൃഷി ചെയ്തു. ഇനി അവിടെ പഞ്ചായത്തിൽ വരാനിരിക്കും. പഞ്ചായത്തിൽ വരുന്ന രാവിലെ വരുന്ന ആൾക്ക് കാപ്പിയുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണമുണ്ട്, വൈകുന്നേരം 4 മണിക്ക് ചായ ഉണ്ട്. നിങ്ങൾ ഏത് കാര്യത്തിന് വന്നു നടത്തി കിട്ടിയില്ല എങ്കിൽ പിറ്റേ ദിവസം പഞ്ചായത്ത് ഉംറ നടത്തി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുത്തരും. അത്ര മനോഹരമാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വീട്ടിൽ ശാന്തി, ഭക്ഷണമാണുള്ള മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിശപ്പിൻ്റെ വിളിയാണ്. അത് തന്നെ പരിഹരിച്ചതോടുകൂടി കുടുംബങ്ങളിൽ സമാധാനമുണ്ടായി. നമ്മൾ റോഡുകളൊക്കെ 30 അടി വീതിയിൽ വികസിച്ചതോടുകൂടി ഗോഡൗണുകളുടെ പെരുമഴയാണ് അവിടെ. ഇതിൽ നിന്നൊക്കെ വരുമാനം പഞ്ചായത്തിലേക്ക് വന്നു. അപ്പോൾ എല്ലാ വികസന പ്രവൃത്തിയും നമുക്ക് ഇതൊക്കെ സൗജന്യം കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ പഞ്ചായത്ത് സർക്കാരിൻ്റെ കീഴിലാണ്, സർക്കാരിൻ്റെ നോംസ് അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് സൗജന്യങ്ങൾ നമുക്കവിടെ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കടബാധ്യതയില്ലാത്തൊരു പഞ്ചായത്തും കേരളത്തിലില്ല. ഇത് നമ്മൾ കട്ടെടുക്കുന്നില്ല എങ്കിൽ, മോഷ്ടിക്കുന്നില്ല എങ്കിൽ, കെടുകാര്യസ്ഥയില്ലെങ്കിൽ, സ്വജനപക്ഷപാതമില്ലെങ്കിൽ എല്ലാ പഞ്ചായത്തിനെയും നമുക്ക് മിച്ച ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിയും. 2020 ശക്തരായ 2 സ്ഥാനാർത്ഥികളെ വെക്കുമ്പോൾ ഒരു തരത്തിൽ അതിനൊരു വശം പറയുന്നത് 2020 ജയിക്കാനല്ല, തോൽപ്പിക്കാനാണ് കൂടുതൽ നിൽക്കുന്നതെന്ന്. അത് പ്രത്യേകിച്ച് ബെന്നി ബെഹനാനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിനെ നമുക്കറിയാം. ഇപ്പോൾ കിറ്റക്സിനെ കുറിച്ച്, നമ്മുടെ പ്രസിഡന്റിനെ കുറിച്ചൊക്കെ തന്നെ പാർലമെൻറ്റിൽ തന്നെ ഈ കമ്പനിയെക്കുറിച്ചൊക്കെ മലിനീകരണം തുടങ്ങിയ ആരോപണങ്ങളൊക്കെ പാർലമെൻറ്റിൽ വരെ ഉന്നയിച്ച ഒരാളാണ് ബെന്നി ബെഹനാൻ. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ ഒരുപാട് ആശയപരമായ വ്യത്യാസങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഭിന്നതകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നിൽക്കുന്നത് എന്ന് ഒരുപാട് പറച്ചിലുകളുണ്ട്. ആ പറച്ചിലിനെ കുറിച്ച്, നമ്മൾ ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും ജയിക്കേണ്ടെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് കൂടി 2020 ചെയ്യുക, അത്രയും പറയുന്നുള്ളൂ. അല്ലാതെ ഞങ്ങൾ എന്തിനാ അവരെ തോൽപ്പിക്കാൻ മത്സരം, ഞങ്ങൾ ജയിക്കാൻ നിൽക്കുന്നവരാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിയമസഭയിൽ മത്സരിച്ചപ്പോൾ ഈ 7 കോൺസ്റ്റിറ്റ്യൂഷനിൽ മാത്രം 1,80,000 വോട്ട് പിടിച്ച പ്രസ്ഥാനമാണ്. 1,80,000 വോട്ട്, 1-2 വോട്ടല്ല. ചെല്ല് പറഞ്ഞ് ഞങ്ങൾ 25,000 പിടിക്കുക, 50,000 പിടിക്കുക. ഇന്നലെ വേണ്ട 1.5 ലക്ഷം വോട്ട് വരെ പിടിക്കുന്ന മീഡിയ പറഞ്ഞു തുടങ്ങി. ഇലക്ഷൻ എടുക്കട്ടെ, അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ജയിക്കും. ഞാൻ പറഞ്ഞില്ലേ, ബേസ് വോട്ട് ഒരു 2,60,000 മെമ്പർമാർ നമ്മൾ ചേർന്ന് കഴിഞ്ഞു. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ 400 പേര് വീതം ഓരോ ദിവസവും നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. ഇലക്ഷൻ എടുക്കുന്നതോടുകൂടി നമ്മൾ വലിയ ഇതിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കുന്നതല്ല. ഞങ്ങൾക്ക് എന്തിനാ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ്? എന്താ, ഒരു വ്യക്തിക്കെതിരായുള്ളതല്ല, ഒരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നാടിന് ഗുണമുണ്ടാകണം, നാട്ടുകാർക്ക് ഗുണമുണ്ടാകും. ആ പോരാട്ടം നടത്തുന്നത്. അവിടെ ഞങ്ങൾക്ക് ഇടത് വലത് മുന്നണികളൊക്കെ അപ്രസക്തമാണ്. ഞങ്ങൾ ഇടത് വലത് മുന്നണികളെയൊക്കെ അപ്രസക്തമാക്കി അധികാരത്തിൽ വന്ന ആളുകളാണ്. ജയിക്കാനും നിൽക്കുന്നത്, ജയിക്കുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം, NDAയിലേക്കുള്ളൊരു പോക്ക്, BJP യിൽ ചേരും അല്ലെങ്കിൽ NDAയിലേക്ക് പോവും എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യകാരണങ്ങൾ സഹിതം, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ട് സാബിയും ജേക്കബ് കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നു. അദ്ദേഹത്തിനോട് മത്സരിക്കാൻ പറഞ്ഞു, പക്ഷേ ഇല്ല, ഞങ്ങൾ നിയമസഭയിലേക്കേ ഉള്ളൂ, തെരഞ്ഞെടുപ്പിലേക്കേ ഉള്ളൂ, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു എന്നൊരു അത് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതുമാണ്. ആ കൂടിക്കാഴ്ചയൊക്കെ തന്നെ സംഭവിച്ചതാണ്. അവിടെയുള്ള ചർച്ചകളെക്കുറിച്ചാണ് ഈ കൂടുതൽ കരക്കമ്പികളൊക്കെ തന്നെ കേൾക്കുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രംഗമാണ്, പ്രചാരണ സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരും. BJPയിലേക്ക് പോകും എന്നുള്ളതിനെക്കുറിച്ച്, അത്തരം ആരോപണങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ശുദ്ധ അസംബന്ധമാണ്. എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച കിഴക്കമ്പലത്തെ സമ്മേളനത്തിൽ
നിങ്ങൾ കണ്ടു കാണാം 60,000 പേരെ പങ്കെടുത്തത്, 60,000 പേര്. ഇത്രയും 60,000 പേരെ പങ്കെടുപ്പിച്ച് കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ സമ്മേളനം നടത്താൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇവരൊക്കെ ഞങ്ങളെ ചെറിയ പാർട്ടി ജയിക്കാനല്ല എന്നൊക്കെ പറയുകയാണ്. ഞങ്ങൾ 60,000 പേരെ 6 ലക്ഷത്തിലേറെ ആളുകളെ അണിനിരത്തിയാണ് എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. ആ സമ്മേളനത്തിൽ ഞങ്ങളുടെ പ്രിയങ്കരനായ ചെയർമാൻ സാബു ജേക്കബ് പറഞ്ഞു, തലേ ദിവസമാണ് സത്യത്തിൽ ആ പറഞ്ഞത് വേറൊരു സാബു ഉണ്ട്, ആ സാബു BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തുടക്കം അങ്ങനെയായിരുന്നു. ഉച്ച കഴിഞ്ഞ് അത് സാബു ജേക്കബായി മാറി. അപ്പോൾ അത് നിശ്ചയിച്ചില്ല. സത്യത്തിൽ ഞങ്ങളുടെ 2020 കിഴക്കമ്പലം നടത്തിയ സമ്മേളനത്തിൽ ചില വിഭാഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നടത്തിയതാണ്, അല്ലാതെ BJP ആരും ബന്ധമില്ല. ഞങ്ങൾ പറഞ്ഞു അന്ന് അമിത്ഷായായിട്ടൊന്നും ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ട് പോലുമില്ല. പിന്നെ സുരേന്ദ്രൻ അന്ന് രാവിലെ പറഞ്ഞു, BJPയുടെ പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ സംസാരിച്ചു നോക്കിയാൽ സുരേന്ദ്രനെ ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു ജീവിതത്തിൽ ഇതുവരെ സുരേന്ദ്രനെ സാബു ജേക്കബ് കണ്ടിട്ടില്ല. അപ്പോൾ ശുദ്ധ അസംബന്ധമാണ് ഈ പറയുന്നത്. BJPയുമായിട്ടൊരു ചർച്ച നടത്തുകയോ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഞങ്ങളുടെ അധ്യക്ഷൻ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. മാസപ്പടി വിവാദവുമായിട്ട് ചേർന്നിട്ടുണ്ടായിരുന്ന ആരോപണങ്ങൾ വരുന്നു. അതിനുശേഷമാണ് ഈ PV ശ്രീനിജനുമായിട്ടുള്ള പ്രശ്നം വരുമ്പോൾ സാബു ജേക്കബ് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി, ഞാൻ ജയിലിൽ പോവുകയാണെങ്കിൽ വീണ വിജയൻ തീർച്ചയായും ജയിലിൽ പോയിരിക്കുമെന്നുള്ളത്. അതൊരു വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ തന്നെ വഴിവെച്ചതാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം പ്രചരണായുധങ്ങൾ അത് വരുന്നുണ്ടോ? ആ രീതിയിൽ നമ്മൾ പ്രചരണങ്ങൾ നടത്തുന്നുണ്ടോ? നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള എല്ലാവരും തന്നെ ഒരു വ്യവസായി എന്ന നിലയിൽ പിണറായി വിജയനും ഈ സാബു ജേക്കബ് സാറിൻ്റെ അപ്പൻ ജേക്കബ് ഏട്ടനും ഉൾപ്പെടെയുള്ള ആളുകളുമായി നല്ല ബന്ധമുണ്ട്. ഇവിടെ വന്ന് ചികിത്സിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കുടുംബപരമായി വലിയ അടുപ്പമുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഈ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ സാബു ജേക്കബ് സാറിൻ്റെ ചില ആശയങ്ങൾ അദ്ദേഹവുമായി ചേർന്ന് കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഒരു സൗഹൃദം ആരംഭ കാലഘട്ടത്തിൽ ഉണ്ടായി. പക്ഷേ അതിനുശേഷം അവർ തമ്മിൽ തെറ്റുകയാണ് ഉണ്ടായത്. കാരണം നമ്മളെ അവർ ഉപദ്രവിക്കാൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ തെറ്റുക. ശ്രീനിനുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ മനഃപൂർവ്വം നമ്മുടെ പൂത്തൃക സമ്മേളനം നടത്താതിരിക്കാൻ വേണ്ടി അവിടെ ഒരുപാട് വിഷയമുണ്ടായി. നമ്മുടെ ആശയങ്ങൾ പ്രചരിക്കാതിരിക്കാൻ വേണ്ടി ജാമർ വെച്ച് പ്രശ്നമുണ്ടാക്കി. നിരന്തരം പുറകടന്ന് ഉപദ്രവിക്കുമ്പോൾ അവരുമായിട്ട് നമുക്ക് എങ്ങനെ ഒത്തുപോകാൻ പറ്റും? മാത്രവുമല്ല അതിനുശേഷം നമ്മളെ നിരന്തരമായി ഇത്രയും വലിയ വ്യവസായിയായിട്ടുള്ള ഒരാളെ 2020 ചെയർമാനായിട്ടുള്ള ഒരാളെ നമ്മൾ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചു വരുത്തി നിരന്തരം ഹരാസ് ചെയ്യുന്ന സന്ദർഭത്തിലാണ് അപ്രകാരം പറഞ്ഞത്. നിരന്തരമായി നിങ്ങൾ എന്നെ ഹരാസ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുമായി ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്ന ഒരാളാണ്, ഒരുപാട് രഹസ്യങ്ങൾ അറിയാം, അത് പറയേണ്ടി വരുമെന്ന് പറഞ്ഞത് ഒരു ആത്മരോഷമായി കണ്ടാൽ മതി. സാറിൻ്റെ ഒരു പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളിലാണ്. ഇപ്പം സാഹിത്യത്തിൽ ബിരുദങ്ങളുണ്ട്, ലോയറാണ്, അതോടൊപ്പം തന്നെ ഈ മദ്യവിരുദ്ധ സമിതി അതിനു വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളുണ്ട്, മോട്ടിവേഷണൽ ട്രെയിനറാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഗുണം ചെയ്യുന്നുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ സഭയുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? അനുകൂലമായിരിക്കും. പിന്നെ സഭ അങ്ങനെയുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് ശരിയുമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സഭയുടെ ആത്മീയമായ കാഴ്ചപ്പാടുമായി അവർ മുന്നോട്ട് പോയിക്കോട്ടെ. ഭൗതികമായ കാര്യങ്ങളിലോ രാഷ്ട്രീയമായ കാര്യങ്ങളോ സഭ അധികം ഇടപെടാതിരിക്കുക നല്ലത്. അതുകൊണ്ട് അത്തരം ഒരു തുറന്നു പറച്ചിലോ അല്ലെങ്കിൽ ഇങ്ങനെ ചാർലിപ്പോളിന് വോട്ട് ചെയ്യുക എന്നുള്ള രീതിയിലൊന്നും അവർ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പറയേണ്ടതുമില്ല. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം അതനുസരിച്ച് അവർ മുന്നോട്ട് പോകട്ടെ. സഭയും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാതിരിക്കുന്നതാണ് ഒരു മതേതര രാജ്യത്ത് ഏറ്റവും പ്രാധാന്യം കൊള്ളുന്നത്. പിന്നെ ഞാനൊരു 30-35 വർഷമായി ഒരു 10 ലക്ഷത്തോളം ആളുകളെ കേരളത്തിൽ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഞാൻ ട്രെയിനർ എന്ന നിലയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ വരെ ക്ലാസ്സിലിരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു വൈകാരികമായ അടുപ്പം എന്നോടുണ്ട്. അതൊക്കെ വോട്ടിൽ പ്രതിഫലിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ചെറുപ്പം മുതൽ ഒരുപാട് സംഘടനകൾ, അത് മതപരമായ സംഘടനയുണ്ട്. ഞാൻ ജനസേവാ ശിശുഭവൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ KCBCയുടെ തന്നെ സ്ഥാപക സെക്രട്ടറിയാണ്. പിന്നെ അതിൻ്റെ വക്താവായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ മൊത്തം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. അത് 2020 തന്നെ ഒരു ബീവറേജ് ഔട്ട്ലെറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറ്റാനുള്ള സമരത്തിൽ ഞങ്ങളുടെ ആളുകളൊന്നും പങ്കാളികളായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു വലിയ സേവന പാത 4 നൂറ്റാണ്ടായിട്ട് നമ്മുടെ തലത്തിലുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുമായി നമ്മൾ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ അത് എല്ലാം വോട്ടായി മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കേരളത്തിൻ്റെ വലിയൊരു വരുമാനം ബെവറേജസ് നിന്ന് നമുക്കറിയാലോ, മദ്യത്തിൽ നിന്നാണ്, മദ്യവിൽപ്പനയിൽ നിന്നാണ്. അപ്പോൾ ഈ മദ്യവിരുദ്ധ സമിതി തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിർത്തലാക്കുമോ? അപ്പോൾ എങ്ങനെയത് അങ്ങോട്ടും ഇങ്ങോട്ടും? അത് എനിക്ക് മാത്രം സാധിക്കുന്ന കാര്യമല്ല. നമ്മൾ UN ഒരു നിർദ്ദേശമുണ്ട്, റിസ്ക് റിഡക്ഷൻ, ഡിമാൻഡ് റിഡക്ഷൻ, സപ്ലൈ റിഡക്ഷൻ. ഒറ്റയടിക്ക് നിർത്തലാക്കാൻ പറ്റിയൊരു കാര്യമല്ല.
ഡിമാൻഡ് ആവശ്യപ്പെടുന്നവരുടെ എണ്ണം കുറച്ചവന്. ഇപ്പോൾ 47 ലക്ഷത്തോളം ആളുകൾ മദ്യം ആവശ്യപ്പെടുന്നവരാണ്, 17 ലക്ഷത്തോളം ആളുകൾ ദിനം പ്രതി കുടിക്കുന്നവരാണ്. ഒറ്റയടിക്ക് നമുക്ക് ഇതില്ലാണ്ടാക്കിയാൽ മറ്റ് തലങ്ങളിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ നേഴ്സറി ക്ലാസ്സിൽ ഉൾപ്പെടെ ആളുകളെ ബോധവൽക്കരിച്ച് ഇത് വേണ്ട എന്നുള്ള ലെവലിലേക്ക് വരികയാണ്, ഡിമാൻഡ് കുറയ്ക്കുക. റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത് കുടിച്ച് മദ്യാസക്ത രോഗികളായി തീർന്നിട്ട് ഒരുപാട് പേരുണ്ട്. അവർക്ക് മദ്യം കിട്ടിയില്ലെങ്കിൽ വലിയ ശാരീരിക മാനസിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവരെ ചികിത്സിച്ച് സുഖപ്പെടുത്തേണ്ടിയിരിക്കണം. അപ്പോൾ ഈ മദ്യാസക്ത രോഗികളായിട്ടുള്ള ആളുകളെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ തക്കവണ്ണമുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ കേരളത്തിലില്ല. അങ്ങനെ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ചുകൊണ്ട് അവരെ മദ്യാസക്തിയിൽ നിന്ന് വിമോചിപ്പിക്കണം. അപ്പോൾ ആ റിസ്ക് ഫാക്ടർ കുറയ്ക്കണം. രണ്ടാമത് ബോധവൽക്കരണത്തിനും പ്രസക്തിയുണ്ട്. ലോകത്ത് വലിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളത് ബോധവൽക്കരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ബോധവൽക്കരണ പ്രക്രിയയുടെ മദ്യം ആവശ്യപ്പെടുന്നവരുടെ എണ്ണം കുറയ്ക്കണം. അപ്പോഴാണ് സപ്ലൈ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇത് ഒന്നിനോട് ചേർന്ന് വരുന്നതാണ്. താഴെത്തട്ടിലേക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ക്ഷേമ പദ്ധതികൾ, ഇപ്പം വയോജനങ്ങൾക്കുള്ള ക്ഷേമ പെൻഷനുകൾ, അതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ, അങ്ങനെ എല്ലാ മേഖലകളിലും വലിയൊരു മാറ്റം കൊണ്ടുവരും. വികസനം, അടിസ്ഥാനപരമായ മാറ്റങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ പത്രികയിലുള്ളത്. പലപ്പോഴും പറയാറുള്ളത്, നമ്മൾ തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണ പട്ടിക പോലെയാണ്, അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നമ്മളുടെ ഒരു ഉദ്ദേശം എന്താണ്? ഇതൊക്കെ കൃത്യമായി നടപ്പാക്കാൻ നമ്മൾ ഇതെല്ലാം തന്നെ കിഴക്കമ്പലത്ത് നമ്മൾ എന്ത് പറഞ്ഞോ, ഐക്യനാട് എന്ത് പറഞ്ഞോ, മഴവന്നൂർ എന്ത് പറഞ്ഞോ, അത് കുന്നത്തുനാട് എന്ത് പറഞ്ഞോ, ഇതെല്ലാം നടപ്പാക്കി കാണിച്ചവരാണ്. ഒന്നെങ്കിലും നടപ്പാക്കില്ലെന്ന് പറയട്ടെ, നമുക്ക് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. നമ്മൾ കേരളത്തിൽ അധികാരത്തിൽ വന്ന് ഞാൻ പറയില്ലേ, പഞ്ചായത്ത് പിടിക്കുമ്പോൾ പഞ്ചായത്ത് പിടിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഭരണം വേണ്ടേ. നമ്മൾ കേരളം പിടിച്ചാൽ എന്നുള്ള അർത്ഥത്തിലാണ് ഈ പ്രകടന പത്രിക പറഞ്ഞിരിക്കുന്നത്. കേരളം നമ്മൾ അധികാരത്തിൽ വരികയാണെങ്കിൽ 10 വർഷം കൊണ്ട് എല്ലാ ബാധ്യതയും തീർത്ത് നമുക്ക് മിച്ച ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിയും. കാരണം നമുക്ക് 20-21 മന്ത്രിയൊന്നും വേണ്ട, 11 പേര് മതി. പണ്ടൊക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ക്യാബിനറ്റ് മന്ത്രിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക. നമ്മുടെ നികുതി പണം എല്ലാവരും വീതം വെച്ചെടുക്കുന്നത്. നമ്മൾ അധികാരത്തിൽ വന്നാൽ പെൻഷൻ കൊടുക്കാൻ പറ്റും. 60 വയസ്സ് പൂർത്തിയായ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും പെൻഷൻ കൊടുക്കാൻ പറ്റും. ഭിന്നശേഷിക്കാർക്ക് നമുക്ക് മാസം 5000 രൂപ വീതം പെൻഷൻ കൊടുക്കാൻ പറ്റും. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം കാട്ടാന പ്രശ്നമാണ്. ഇപ്പോൾ ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ തന്നെ അതിരപ്പള്ളി, വാഴച്ചാൽ പോലുള്ള പ്രദേശങ്ങൾ, എൻ്റെ നാട് മലയാറ്റൂർ നിരീശ്വരാണ്. അവിടെ ഉള്ള മലയാറ്റൂർ, ഇല്ലിത്തോട്, അതിൽ തേക്കുത്തോണ്ടം, മുളങ്കുഴി ഭാഗങ്ങളിൽ പട്ടാപ്പകൽ ആന ഇറങ്ങി നടക്കുകയാണ്. ആന കുത്തി ഒരാൾ മരിച്ച് 10 ലക്ഷം വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താൽ എൻ്റെ നഷ്ടപ്പെട്ട അപ്പനെ എനിക്ക് തിരിച്ചു കിട്ടും, അമ്മയെ കിട്ടും, സഹോദരനെ കിട്ടൂല്ലോ. അതുകൊണ്ട് ഒരു സർക്കാരിൻ്റെ പ്രധാനവുമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയാണ്. ആ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പറ്റുന്നില്ലെങ്കിൽ ഗവൺമെൻറ് പരാജയമാണ്. ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇങ്ങനെയുള്ള 1000-ഓളം സ്പോട്ടുകൾ കേരളത്തിലുണ്ട്. അവിടെ നമുക്ക് ഇലക്ട്രിക് ഫെൻസിങ് ഉപയോഗിച്ചോ കിടങ്ങ് ഉപയോഗിച്ചോ ആനയെ തുരുത്തി ഓടിക്കുന്ന തേനീച്ചകളുണ്ട്. ഏതെങ്കിലും ഫലപ്രദമായ മാർഗ്ഗം ഉപയോഗിച്ചിട്ട് നമ്മൾ, ജീവനാണ് ഏറ്റവും വലുത്, മനുഷ്യജീവനാണ്. കാട്ടാനെ കാട്ടുപോത്തൊന്നുമല്ല, അതിനേക്കാൾ വലുത് മനുഷ്യൻ. ഇപ്പോഴും പലയിടങ്ങളിലും ഈ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്, അതുപോലെ ഈ പറഞ്ഞ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ടും ഇപ്പോൾ ഒരു പഠനം നോക്കുമ്പോൾ കൂടുതൽ വന്യജീവികൾ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് ഈ പറയുന്ന മാർഗങ്ങൾ പ്രയോജനപ്പെടുമാകുമോ? ഒരു പക്ഷെ വെള്ളം കിട്ടാത്തതുകൊണ്ടായിരിക്കും. അവിടെ തന്നെ വെള്ളം കിട്ടാവുന്ന സംവിധാനങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം. എന്തുകൊണ്ടാണ് അവൻ നാട്ടിലേക്ക് ഇറങ്ങുന്നത്? ആ നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കിയാൽ അവൻ അവിടെ തന്നെ തിരിയില്ല, അവിടെ തന്നെ നിന്നോളൂ. എന്ത് ചെയ്യാൻ കഴിയും? അവിടെ നമുക്ക് കുളങ്ങൾ സ്ഥാപിക്കാം, അതുപോലെ തന്നെ വെള്ളം കിട്ടാവുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കാമല്ലോ. നമ്മൾ കൃത്യമായിട്ടുള്ള തടാകങ്ങളൊക്കെ നിർമ്മിക്കുന്നവരല്ലേ. നമുക്ക് കാടിനകത്ത് തന്നെ ആന ഇങ്ങോട്ട് വരാത്ത രീതിയിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. എല്ലാവരും പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, സാധാരണ ഈ ആനിമൽ ലവേഴ്സും ഉണ്ടല്ലോ ഒരു വിഭാഗം, അവർ പറയുന്ന ഒരു കാര്യം, മൃഗങ്ങൾക്ക് അർഹതപ്പെട്ട ഇടത്തേക്ക് കടന്നു കയറി വീടുകളും ഒക്കെ സ്ഥാപിക്കുന്നു, സർക്കാരിൻ്റെ പിടിപ്പുകേടാണെന്ന് പറയുന്നു. അത് ഒരു സർക്കാരിൻ്റെ മാത്രമല്ല, കാലാകാലങ്ങളിൽ വന്നതാണല്ലോ ഇത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വനം, വന്യജീവി, അതുപോലെ മനുഷ്യരും അവരും തമ്മിലുള്ള ഈ ഒരു എക്കോ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അവിടെ തുടങ്ങണം എന്ന് പറയുന്നുണ്ടല്ലോ. അതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അവരുടെ വാദങ്ങളെ നമ്മൾ നിരാകരിക്കുന്നില്ല. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പഠനങ്ങൾ നടത്തി, പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രോജക്റ്റുകൾ തയ്യാറാക്കി നടപ്പാക്കണം തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ഓക്കെ, സാറിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞില്ല. എൻ്റെ ഭാര്യ ഡോക്ടർ നിന്നി മാത്യു, അവർ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അവർ റിട്ടയർ ചെയ്തു. 2 പെമ്മക്കളാണ്. ധ്രുവ, ആത്മ. മൂത്തയാൾ ഗൂഗിളിലായിരുന്നു, ഇപ്പോൾ കോണ്ടൻ ആസ്ട്ര എന്ന് പറഞ്ഞൊരു അമേരിക്കൻ കമ്പനിയിലാണ്. അവർ ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ്.
രണ്ടാമത്തെ ആൾ ആത്മയാണ്. അവൾ പഠിച്ചത് ജനീവയിലാണ്. ജനീവയിൽ തന്നെ UN-ലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വർഷത്തോളമായി ഡൽഹിയിൽ അവർ ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. മക്കള് ജോലിയായിട്ട് അപ്പോൾ വീട്ടിലില്ല, പക്ഷെ ഭാര്യ ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ട്. ഭാര്യ എല്ലാ ദിവസവും എൻ്റെ കൂടെ ഉണ്ട്. വികസനത്തിനോടൊപ്പം തന്നെ വരുന്ന ഒരുപാട് കാര്യങ്ങൾ, പ്രതീക്ഷകൾ, വാഗ്ദാനങ്ങളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത് മുഴുവനും. അപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടേറി തന്നെ നടക്കട്ടെ, വാശിയേറിയ മത്സരമാകട്ടെ. എല്ലാ വിജയങ്ങളും നേരുന്നു. താങ്ക് യു ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചത്. നന്ദി.